കാമുയി നറൂട്ടോ സീരീസിലെ മാങ്കിക്കോ ഷാരിംഗനിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള സ്പേസ് ടൈം നിഞ്ചിറ്റ്സു ടെക്നിക്കാണ് കാമുയി. നറൂട്ടോ സീരീസിൽ ഈ കാമുയി എന്ന നിഞ്ചിറ്റ്സു ടെക്നിക്കിനെ യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്ന് ഒബീറ്റോ ഉച്ചിഹ ആൻഡ് കക്കാഷി അട്ടാക്കെ തുടങ്ങിയവരാണ്. കാമുയി എന്ന ഈ ഒരു സ്പേസ് ടൈം നിഞ്ചിറ്റ്സു ടെക്നിക്ക് വന്ന് ഒബ്ജക്ട്സ്, പീപ്പിൾസ്, ഈവൻ ബോഡി പാർട്സ് തുടങ്ങിയവ വരെ ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സെപ്പറേറ്റ് ഡയമെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇവിടെ ഒരു ഡയമെൻഷണൽ വോയിഡ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും ആൻഡ് ഇത് വന്ന് യൂസറിനെ വേറൊരു സെപ്പറേറ്റ് ഡയമെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഇങ്ങനെയുള്ള ഈ ഡയമെൻഷനെ പറയുന്ന പേരാണ് കാമുയി ഡയമെൻഷൻ. ഇനി ഈ കാമുയിയുടെ കീ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിന്റെ സെപ്പറേഷൻ ആപ്ലിക്കേഷൻ ഓരോ ഐക്കും വ്യത്യസ്തമായിരിക്കും. ലൈക്ക് ലെഫ്റ്റ് ഐസ് വന്ന് യൂസറിനെ ഒബ്ജക്ട്സ്, പീപ്പിൾസ് തുടങ്ങിയവയെ ഒരു സ്ഥലത്തിൽ നിന്നും കാമുയി ഡയമെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. ആൻഡ് ഇത് വന്ന് ലോങ് റേഞ്ചിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് ഐസ് അഥവാ ഷോർട്ട് റേഞ്ച് വന്ന് യൂസറിന് ടാർഗറ്റിന്റെ ബോഡി പാർട്സിനെ കാമുയി ഡയമെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ലൈക്ക് നമ്മുടെ ഒബീറ്റോ തന്റെ ബോഡി പാർട്സിനെ തന്നെ കാമുയി ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയതുപോലെ. ആൻഡ് ഇനി രണ്ട് ഐസും ഒരുമിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ കാമുയി വളരെയധികം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും മാത്രമല്ലാതെ യൂസറിന് ഡയമെൻഷൻസ് തമ്മിലുള്ള ടെലിപ്പോർട്ടേഷൻ നടത്തുവാൻ സാധിക്കുകയും കാമുയി ഷുരിങ്കൻ പോലുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി കാമുയിയുടെ ലിമിറ്റേഷൻസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹായ്ക്ക് വന്ന് കാമുയെ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആൻഡ് അതുപോലെ കക്കാഷി അട്ടാക്ക് തുടങ്ങിയ നോൺ ഉച്ചിഹ യൂസേഴ്സിന് വന്ന് ഹൈ ചക്ര കൺസംപ്ഷൻ കാരണം കൂടുതൽ നേരവും കാമുയി ഉപയോഗിക്കാൻ സാധിക്കില്ല.